ഞാൻ സാരി ഉടുക്കുന്നതാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഡ്രസ്സ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഒരു സാരി ഉടുത്തിയൊരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ഇന്ന് സാരി ഉടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഒരു കടിക്കുന്ന ഒരു രീതിയിലാണ്. നമുക്കിപ്പോൾ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻകറിയുടെ ഒക്കെ കൊടുത്ത് നല്ലൊരു കോമ്പിനേഷനാണ്. തൈരോ മീൻകറിയോ ചമ്മന്തിയോ അതൊക്കെ കൂട്ടി കഴിക്കാം. അതിൻ്റെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് സാരിയൊക്കെ ഉടുത്തിയാണ് വന്നിരിക്കുന്നത്. ഒരു ചേഞ്ചിന് വേണ്ടി ഉടുത്തി എന്നുള്ളൂ. എപ്പോഴും ചുരിദാറും സ്കർട്ടും ബ്ലൗസും ഒക്കെ ആയതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി ഉടുത്തി. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ സാരി ഉടുക്കുന്നതാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഇത്. അപ്പോൾ എന്നോട് പറഞ്ഞു സാരി ഉടുത്തി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇന്ന് സാരിയൊക്കെ ഉടുത്തി വന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു കപ്പ റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. കപ്പ റോസ്റ്റ് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ പാടില്ലാത്ത കുറച്ച് പേര് ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇത്. സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു കപ്പ റോസ്റ്റ്. അപ്പോൾ അതുപോലെ ഈ കപ്പ റോസ്റ്റ് എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയതാണ്. ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ വിനോദ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനെ വീട്ടിൽ കൊണ്ടെത്തന്നാണ്. ചേട്ടൻ്റെ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുത്ത കപ്പയാണ്. അപ്പോൾ കുറച്ചേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കപ്പ വെച്ച് തന്നെ ഒരു 2-3 റെസിപ്പികൾ ചെയ്തു. നല്ല ടേസ്റ്റുള്ള കപ്പയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്തു. നല്ല ഫ്രഷ് കപ്പയായിരുന്നുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ കപ്പയുടെയൊക്കെ സീസണാണ്. എല്ലായിടത്തും നോക്കുമ്പോൾ കപ്പ കാണാം. അപ്പോൾ നിങ്ങൾ കപ്പയൊക്കെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ കുറച്ച് കപ്പ എടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. കറിയൊന്നും വേണ്ടാതെ വെറുതെ തന്നെ നമുക്കിത് എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. എൻ്റെ ചാനൽ അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കിഡിലൻ കപ്പ റോസ്റ്റിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാനൊക്കെ ചൂടായി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് അല്പം ഒരു കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കപ്പ റോസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ഇവിടെ കാശ്മീരി വത്തലമുളക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ വത്തലമുളക് എടുക്കുക. ഇത് കാശ്മീരിയാണ്. അപ്പോൾ ഇതിനധികം എരിവ് വരത്തില്ല. ഇത് നമുക്കിതൊന്ന് കുറച്ച് ചതച്ചെടുക്കണം. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു ചെറിയ പീസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ്. ഇത് മൂന്നും കൂടെ വെച്ചിട്ടാണ് നമുക്ക് ചതച്ചെടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഇത് ചതച്ചെടുക്കാൻ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇത് ഒരു ചതച്ച് നമ്മുടെ എടുക്കുന്ന ഒരു രീതിയേ ഉള്ളൂ നമുക്ക് ആകാവുള്ളൂ. ഇനി നമുക്ക് പാൻ വെച്ച് കടുക് പൊട്ടിക്കണം. ആദ്യം നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഈ ഒരു ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട. ജസ്റ്റ് ആ പച്ചച്ചവയൊക്കെ നമുക്കൊന്ന് പോയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം മസാല നമുക്ക് ഇട്ടാൽ മതി. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ കാശ്മീരി വത്തലമുളക് ആയതുകൊണ്ട് അധികം എരിവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ സാധാ വത്തലമുളക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ എരിവ് വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഞാൻ ഇടുന്നത്. ഇനി 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് അളവിലാണ് ഇടുന്നത്.
ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പച്ച ചുവ അതിൻ്റെ പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കപ്പ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കപ്പ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് കപ്പ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട. കാരണം ഇതൊരു നമുക്ക് 4 മണിക്ക് കഴിക്കാനുള്ളൊരു സ്നാക്സ് ആയിട്ടും വെറുതെ അങ്ങ് കഴിക്കാൻ കറി തന്നെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അങ്ങ് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു രീതിയിൽ നമുക്ക് കടിക്കുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ആക്കിയെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേകുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ഒരു രീതിയാണ് ഇതിന് ഏറ്റവും നല്ല ബെസ്റ്റ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കണ്ട. ഞാനിപ്പോൾ കപ്പ ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ നല്ലൊരു ഐറ്റമാണിത്. കാശ്മീരി വത്തലമുളകൊക്കെ ആയതുകൊണ്ട് എരിവുമില്ല ഒട്ടും. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ ഇടുക. നമുക്കിതൊന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. വത്തലിമുളകിൻ്റെ ഇതൊക്കെ കപ്പയിലേക്കൊന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെറുതെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ വെറുതെ കുറച്ച് സവാള ഞാൻ ഒന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ കപ്പ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കപ്പ റോസ്റ്റാണിത്. അതുപോലെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കാരണം ഇങ്ങനെ ഒരു കടിക്കുന്ന ഒരു രീതിയിലാണ്. നമുക്കിപ്പോൾ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻകറിയുടെ ഒക്കെ കൊടുത്ത് നല്ലൊരു കോമ്പിനേഷനാണ്. തൈരോ മീൻകറിയോ ചമ്മന്തിയോ അതൊക്കെ കൂട്ടി കഴിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ഈ ഒരു കടിക്കുന്ന ഒരു രീതി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങ് പെറുക്കി കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇതിഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പോൾ കപ്പയൊക്കെ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ കപ്പയൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ കുറച്ച് കപ്പ എടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക്